നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. AMT അല്ലെങ്കിൽ ഏജിയസ് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കണം, ഉറപ്പായിട്ടും കണ്ടിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, ശരിക്കും ആ ഒരു AMT വാഹനം എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു യൂസർ റിവ്യൂ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. AMT അല്ലെങ്കിൽ ഏജിയസ് വാഹനം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ വാഹനം എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, സാധാരണക്കാരൻ്റെ ഓട്ടോമാറ്റിക് വാഹനം എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റാണ്. ഇത് പറഞ്ഞിരിക്കുന്ന @user DI എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇനി ഒരു കമൻറ്റ് ഇടുന്ന സമയത്ത് പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ചോദ്യമല്ല, പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. മാരുതി AMT കിടുവാണ്, നന്നായി. എൻ്റെ വണ്ടി 70,000 കിലോമീറ്റർ കഴിഞ്ഞു, സൂപ്പറാണ്. AMT ഒരു ട്രിക്കാണ്. ഗിയർ മാറാൻ ആക്സിലറേറ്ററിൽ നിന്നും കാലെടുത്തിട്ട് വീണ്ടും പവർ കൂട്ടി ചവിട്ടിയാൽ ഗിയർ ഡൗൺ ആകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉള്ളതാണ് ഇതിനകത്ത്. അത് പലർക്കും അറിയത്തില്ലായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലരും ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു AMT വാഹനം ലാഗാണ് കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാൻ നേരത്ത് വരുന്നൊരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഒരു വാഹനത്തിന് പുറകെ വന്ന് പതുക്കെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ വാഹനം സഡനായിട്ട് കയറി പോകുന്നില്ല. കിക്ക് ഓപ്ഷൻ പോലെ തന്നെയാണ് ഇതിന് വരുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 4th ഗിയറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നൊരു വാഹനം നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ സഡനായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തു, നമ്മളും ബ്രേക്ക് അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഒന്ന് കയറി പോകാനൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറി പോകണമെങ്കിൽ 4th ഗിയറിലാണെങ്കിൽ കയറി പോകാൻ സാധിക്കത്തില്ല. അന്നേരം എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ചോദിച്ചാൽ, മാനുവൽ വാഹനത്തിൽ നമ്മൾ ചെയ്യുന്ന പോലെ നേരെ 2nd ഗിയർ അല്ലെങ്കിൽ 3rd ഗിയറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് പോലെ ഈ വാഹനം നമുക്കൊരു 2nd ഗിയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആക്സിലറേറ്റർ ഫുള്ളായിട്ട് പ്രസ് ചെയ്യുക. അതായത് ടു ദ ഗ്രൗണ്ട്, ഏറ്റവും താഴെ വരെ സഡനായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വാഹനം 2nd ഗിയറിലോട്ട് കൺവേർട്ട് ആകുന്നതായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് കയറാൻ സാധിക്കുന്നതാണ്. ഇത് കുറച്ച് പേർക്കെങ്കിലും ഈ പറഞ്ഞൊരു കാര്യം അറിയത്തില്ലായിരിക്കും. ഇന്ന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഒരു AMT വാഹനം അല്ലെങ്കിൽ ഏജിയസ് വാഹനത്തിനെ നമുക്കിതുപോലെ സഡനായിട്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കിട്ടുന്നൊരു അവസരമാണ്, പാഴാക്കരുത്. ഏതായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോണം. 4th ഗിയറിലോ 5th ഗിയറിലോ ഏത് ഗിയറിലാണ് നിങ്ങൾ പോകുന്നതെങ്കിലും ഫുള്ളായിട്ട് ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഒന്ന് വാഹനം ചാടി പോകുന്നതെന്ന് വിചാരിക്കേണ്ട. ഉടനെ ഗിയർ ഡൗൺ ആയതിനു ശേഷം പെട്ടെന്ന് സ്പീഡ് കയറുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അത് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഇന്ന് തന്നെ ഒന്ന് ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റും കൂടി ഇട്ടേക്കണം, നിങ്ങൾ ചെയ്തതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ബാക്കി വായിക്കാം. കാലെടുത്തിട്ട് പതുക്കെ കാല് വെച്ച് ഗിയർ അപ്പാകാം. അതായത് നമുക്ക് മൈലേജ് കിട്ടുന്ന രീതിക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ പതുക്കെ ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ഓരോ ഗിയേഴ്സിലും, അതായത് 1st ഗിയറിൽ കുറച്ച് ആക്സിലറേറ്റർ കൊടുത്ത് പിന്നെ കാലൊന്ന് എടുത്തേച്ച് ഒന്നുകൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഗിയറിലോട്ട് ഷിഫ്റ്റ് ആവും. അങ്ങനെ ഗിയേഴ്സ് ഷിഫ്റ്റ് ആവുന്ന അനുസരിച്ച്, അതായത് വളരെ സ്ലോ ആയിട്ട് ഏകദേശം ഒരു 50 കിലോമീറ്റർ സ്പീഡ് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5ാമത്തെ ഗിയറിൽ തന്നെ പോകുന്നതായിരിക്കും, നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. അതിൻ്റെ കാര്യം കൂടി ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ വാഗണാർ AMT 20+ മൈലേജ് ഉണ്ട്, പൊളിയാണ്, നോ ലാഗ്. അതായത് ലാഗ് എന്ന് പറയുന്നൊരു സാധനമില്ല. ബട്ട് ടാറ്റ, റെനോ ഇവയുടെ AMT നല്ല ലാഗാണ്. ഓക്കെ, ഒബ്വിയസ്ലി എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നും കൊണ്ടല്ല, മാരുതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AMT സെഗ്മെൻറ്റിൽ സെലീറിയാണ് ഏറ്റവും ഫസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പം AMT സെഗ്മെൻറ്റിൽ ആദ്യം വന്ന സമയത്ത് AMTക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഉൾപ്പെടെ ആ സമയത്ത് മാരുതിയിലുണ്ടായിരുന്ന സമയമായിരുന്നു 2014 കാലഘട്ടം. ആ ഒരു റേഞ്ച് തൊട്ടായിരുന്നു ഈ വാഹനങ്ങൾ ഇറങ്ങി തുടങ്ങി. അപ്പോൾ അതിനകത്ത് വന്ന ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു യൂണിറ്റ് തന്നെ അന്നൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ യൂണിറ്റിന് ഏകദേശം 1,20,000 രൂപയോളം യൂണിറ്റ് തന്നെ വില വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനത്തിൽ നിങ്ങൾക്ക് ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ എല്ലാം ചൈൽഡ് പാർട്ടുകൾ അവൈലബിൾ ആണ്. അതായത് ഒരു പാർട്ട് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ പാർട്ട് മാത്രം മാറാനും കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓട്ടോമാറ്റിക് തന്നെയാണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും.